ഹായ് ഫ്രണ്ട്സ്, രണ്ടാമത്തെ ചാപ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. on 1st January 2020 എ മെഷീനറി കോസ്റ്റ് ₹35,000, ബോട്ട് ആൻഡ് സ്പെൻഡ് ₹5,000 ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ 5,000 ആൻഡ് ഇറ്റ്സ് എക്സ്പെക്ടഡ് ലൈഫ് 5 years. അപ്പോൾ 1st January 2020 ₹35,000 കൊടുത്തൊരു മെഷീനറി വാങ്ങിച്ചു. അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജ് 5,000 രൂപയാണ്. എസ്റ്റിമേറ്റ് സ്ക്രാപ്പ് വാല്യൂ 5,000 ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഇറ്റ്സ് എക്സ്പെക്ടഡ് ലൈഫ് 5 വർഷം. നമുക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് അസറ്റ്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് 35,000, അത് മെഷീനറി വാങ്ങാനുള്ള ചെലവും ഒരു 5,000 ഇൻസ്റ്റലേഷൻ ചാർജുമാണ്. അങ്ങനെ ടോട്ടൽ 40,000 ആണ് ടോട്ടൽ കോസ്റ്റ്. സ്ക്രാപ്പ് വാല്യൂ 5,000. എസ്റ്റിമേറ്റഡ് ലൈഫ് 5 years പോയിട്ടുണ്ട്. ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ ടോട്ടൽ എമൗണ്ട് കോസ്റ്റ് 40,000 മൈനസ് 5,000 ഡിവൈഡ് ബൈ 5. 40,000 മൈനസ് 5,000 ഈസ് ഈക്വൽ ടു 35,000 ഡിവൈഡ് ബൈ 5. അങ്ങനെ 7,000 ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും ഒരേപോലെ 7,000 ഡിപ്രീസിയേഷൻ കിട്ടും. അക്കൗണ്ട് ചെയ്യാം. 1st January 2020 ടു ബാങ്ക് 40,000, ഡിപ്രീസിയേഷൻ 7,000. ബാലൻസ് ചെയ്യുമ്പോൾ 40,000 രണ്ടിടത്തും ടോട്ടൽ എഴുതുക. ബാലൻസ് 40,000 നിന്ന് 7,000 കുറയ്ക്കുമ്പോൾ 33,000. നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു. 33,000 ബൈ ഡിപ്രീസിയേഷൻ 7,000. 33,000 ടോട്ടൽ എമൗണ്ട് എഴുതുന്നു. ബാലൻസ് ക്യാരി ഡൗൺ 26,000. അത് 3 വർഷം ചെയ്യാനുള്ളതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നു. ആ ബാലൻസ് കിട്ടി 26,000. ബ്രോ ഡൗൺ ചെയ്തു 26,000. അതേ വർഷം ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് തന്നെയാണ് 7,000. 26,000 രണ്ടിടത്തും എഴുതുന്നു. ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ക്യാരി ഡൗൺ 19,000 കിട്ടും. ഇത് അടുത്ത വർഷത്തേക്ക് കൂടെ നമുക്ക് അങ്ങനെ ക്യാരി ഡൗൺ ചെയ്യാം. പക്ഷെ ഇത് 3 വർഷത്തേക്ക് ആയതുകൊണ്ട് ഇത്രയും മതി. ഓക്കെ.